മോർണിംഗ് എല്ലാവർക്കും ഇന്നത്തെ ദിവസത്തിലേക്ക് സ്വാഗതം. ഞാൻ എണീറ്റിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഇന്നിപ്പോൾ നിങ്ങൾക്കറിയാലോ, വ്ളോഗ് ചെയ്യുകയാണെങ്കിൽ അതിനെന്തെങ്കിലും കാരണം ഉണ്ടാകും, അല്ലെങ്കിൽ ഞാൻ വ്ളോഗ് ചെയ്യൂലല്ലോ. ഇന്ന് നമുക്ക് നമ്മളെ സിനിമാവിൻ്റെ വീട്ടിൽ ചെറിയൊരു ഫങ്ഷൻ ഉണ്ട് കേട്ടോ. അവിടെ പോകാൻ വേണ്ടി പോവാം. അവിടെ ഒരു കുഞ്ഞു വാവുണ്ടല്ലോ, വാവേൻ്റെ ചെറിയൊരു ഫങ്ഷൻ ഉണ്ട് കേട്ടോ. അപ്പം പോകണം. ഇന്നലെ പോകണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇന്നലെ പോകാൻ വേണ്ടി പറ്റില്ല. ഇന്ന് നേരത്തെ പോകണമെന്ന് പറഞ്ഞിട്ട് വന്നതാണ്. പക്ഷേ ഇപ്പം നമ്മളിവിടെ മരം മുറിക്കാൻ വേണ്ടിയിട്ട് ആളുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ നേരത്തെ പോകാൻ പറ്റില്ല. എന്നാലും നോക്കാം, ഞാൻ അതിൻ്റെതും കുറച്ചൊക്കെ കാണിച്ചു തരാം. അപ്പോൾ വിചാരിച്ചൊന്ന് വ്ലോഗ് ചെയ്യാമെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ എണീറ്റ് ജസ്റ്റ് വന്നിട്ട് എളുട്ടുണ്ട്. കണ്ണൊക്കെ കണ്ടില്ല, മോക്ക് ഉയർത്തിരിക്കട്ടെ. ഇവിടെ ഒരാളെ എണീറ്റിട്ടേ ഇല്ല. അപ്പം ഞാൻ ബ്രഷ് ചെയ്തില്ല, കൂടുതൽ സംസാരിക്കുന്നില്ല, ഭയങ്കര നാറ്റുമായിരിക്കും ഗൈസ്. അപ്പം ഞാൻ ഏതായാലും പോയി പല്ലേക്കട്ടെ. ഗൈസ്, ഇതാണ് കേട്ടോ നമ്മുടെ വീട്ടിലെ മരം മുറിക്കുന്നത് ഗൈസ്. അപ്പോൾ നമ്മൾ മാറ്റി കേട്ടോ, ഡ്രസ്സൊക്കെ മാറ്റി അമ്മയും മോനും ഞാനും കൂടിയാണ് കേട്ടോ പോകുന്നത്. അച്ഛൻ വരുന്നില്ല, ഇത് പണിക്കാരുണ്ട് കണ്ടോ, കാണുന്നുണ്ടോ, മരം മുറിക്കുന്നുണ്ട്. അപ്പോൾ അതിനോട് അച്ഛൻ വരുന്നില്ല. ഞാൻ മൂന്നാളും പോവാണ് കേട്ടോ. പോണ വഴി കാണിക്കാം. ബസ് കിട്ടുമോയെന്ന് അറിയില്ല. ഓട്ടോ കിട്ടുകയാണെങ്കിൽ ഓട്ടോയ്ക്ക് പോകും, ഈ ബസ് കിട്ടുകയാണെങ്കിൽ ബസ്സിൽ പോകും. ഓക്കെ, അപ്പോൾ അവിടെ എത്തിയിട്ട് കാണാം കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുകയാണ്. ബസ് കിട്ടുകയാണെങ്കിൽ ബസ്സിൽ പോവാം, ഇല്ലെങ്കിൽ ഓട്ടോ ആണ് കിട്ടുന്നതെങ്കിൽ ഓട്ടോയ്ക്ക് പോവാട്ടോ. ഇവിടെ ഇങ്ങനെയാണ്, സിറ്റി ബസ് റൂട്ടാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ നമുക്കൊരു ഓട്ടോ കിട്ടി. പാതി വയ്ക്ക് നമ്മൾ നടക്കുകയാണ് കേട്ടോ മാവൻ്റെ വീട്ടിലേക്ക്. കുറച്ച് ദൂരം നടക്കാനുണ്ട്. കൊട എടുക്കാൻ മറന്നുപോയി ഗൈസ്. അമ്മ കൊട എടുത്തു. ഉണ്ടല്ലോ ഒരു കടയിൽ, ഞാൻ കൊട എടുത്തില്ല. നെട്ടപ്പൊരു വെയിലാണ്. അയ്യോ, ഒന്നും കാണുന്നില്ല. ഇന്ന് ഞാൻ കിടക്കും, തലവേദനയായിട്ട് കിടക്കും ഗൈസ്. എത്താനായില്ലേ, കുറച്ചുകൂടി ഉണ്ട്. അങ്ങനെ നമ്മൾ വാവിൻ്റെ വീട്ടിലെത്തി. ഇത് വേറൊരു വാവയാണ്, വേറെ കുഞ്ഞു വാവയാണ്. അടുത്ത കുഞ്ഞു വാവേനെ ഞാൻ കാണിച്ചു തരാം. ആ കുഞ്ഞു വാവയാണ് ഇന്നത്തെ താരം. ഇത് നമ്മുടെ സ്വന്തം കുഞ്ഞു വാവ, വേറെ കുഞ്ഞു വാവ. മക്കളാണ് മൊത്തത്തിൽ ഉള്ളത്. അപ്പോൾ എല്ലാവരെയും ഇങ്ങനെ കളിപ്പിച്ചൊക്കെ നടക്കാൻ നല്ല രസമാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ താരമാണ് മക്കളെ. എൻ്റെ അമ്മേൻ്റെ മടിയിൽ ഇങ്ങനെ കിടക്കുന്നത് ഇപ്പം കാണിച്ചു തരാം കേട്ടോ. ഈ പോകുന്നതാണ് നമ്മുടെ ഇന്നത്തെ താരത്തിൻ്റെ അമ്മ. പാറുവാണ് ആ പോകുന്നത്. ഡ്രസ്സ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്, എല്ലാവരും റെഡി ആവുന്നേ ഉള്ളൂ. ഇതാണ് നമ്മുടെ മോള്, കിടന്നുറങ്ങുകയാണ്. ഞങ്ങൾ മേക്കപ്പൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഡ്രസ്സ് മാറ്റും, അവർ വന്നിട്ട് പിന്നെ അവരെ രീതിക്ക് അവർ മാറ്റും കേട്ടോ. അങ്ങനെയൊക്കെയാണ്. ആദ്യമോനാണ് വീഡിയോ എടുക്കുന്നത്, മാമിയാണ്. ഇതാണ് പാറു. എല്ലാവരും മാറ്റുന്ന ജക്കപ്പൊക്കെ ആയിട്ടുള്ള തിരക്കാണ് കേട്ടോ. അപ്പോൾ പാലക്കാട് നിന്ന് അവർ വന്നതിന് ശേഷമുള്ള കാര്യങ്ങളാണ് കേട്ടോ ഇപ്പോൾ കാണുന്നത്. എന്താ പറയുക, പാറുവിനെ ഡെലിവറിക്ക് വേണ്ടിയിട്ട് കൂട്ടിക്കൊണ്ട് വന്നു, പക്ഷേ അങ്ങോട്ടേക്ക് പോയിട്ടില്ല കേട്ടോ. കാരണം അവൾക്ക് ഡെലിവറി കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉള്ളത് കാരണം കുറച്ച് ഡേഞ്ചർ ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെയൊക്കെ കടന്നു പോയതുകൊണ്ട് അവൾ തിരിച്ച് പോകുന്നില്ല. മോൾക്കൊരു 3-4 മാസമൊക്കെ കഴിഞ്ഞതിന് ശേഷം ആയിരിക്കും മിക്കവാറും പോയിട്ട് ചിലപ്പോൾ ഇങ്ങോട്ടേക്ക് തന്നെ തിരിച്ച് വരാനുള്ള ചാൻസും ഉണ്ട്. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ അവർ വന്നിട്ട് അവർ കൊണ്ടുവന്ന ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇടിപ്പിക്കുകയാണ് കേട്ടോ. നമുക്ക് ഇങ്ങനൊരു പരിപാടി ഇല്ല. ഞങ്ങൾക്ക് എന്താ പറയുക, അച്ഛൻ്റെ വീട്ടിലേക്ക് 3 മാസം കഴിഞ്ഞിട്ട് പോകുന്ന സമയത്ത് അവിടെ നിന്നാണ് പരിപാടി. ഇവർക്ക് നേരെ തിരിച്ചാണ്, അവരിങ്ങോട്ടേക്ക് വരികയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെയൊക്കെയില്ല, നമുക്കില്ല ഓരോ സ്ഥലങ്ങളിലേക്ക് ഓരോരോ രീതികളാണല്ലോ എല്ലാ കാര്യത്തിനും. അപ്പോൾ ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ എന്താ പറയുക, അരഞ്ഞാണം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കാലിൽ ഞങ്ങളുടെ ഇവിടേക്ക് ഈ വെള്ളീൻ്റെ അല്ലെങ്കിൽ ഗോൾഡിൻ്റെ തണ്ടയോ അങ്ങനെ പാദസരം കൊലുസ് അങ്ങനെ സംഭവമൊക്കെ ഇല്ല. പക്ഷേ ഇവർ ഇടുന്ന സാധനത്തിൻ്റെ പേരെന്താ, താള അങ്ങനെ പറയും. ഈ ചെമ്പ് അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങളുള്ള ഒരു സംഭവമില്ലേ, അതാണ് ഇട്ടിട്ടുള്ളത്. ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു സാധനം ഇരുന്നിട്ട് അവർ അങ്ങനത്തെ പോലെ പാലക്കാട് ആ ഭാഗത്തേക്കൊക്കെ യൂസ് ചെയ്യാം. അപ്പം
അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ കണ്ടു. പിന്നെ ആള് ഉറക്കത്തിലായിരുന്നല്ലോ, അപ്പോൾ ഡ്രസ്സൊക്കെ മാറ്റി ചെറുതായിട്ടൊന്ന് കരഞ്ഞു. പിന്നെ കുഴപ്പമില്ല കേട്ടോ, പിന്നെ ആളിങ്ങനെ കിടന്ന്. പിന്നെ അവർ കുറേ ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ അങ്ങനെ കൊടുക്കുക, ഗോൾഡ് സാധനങ്ങളൊക്കെ കൊണ്ടുവരുമല്ലോ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ കാണുന്നത്. ഞങ്ങൾ ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു, അതേ കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഡെലിവറി കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കാമല്ലോ എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ എൻ്റെ ഒരു ഓർമ്മയിൽ ഞാൻ പറയുകയാണെങ്കിൽ, എൻ്റെ ഡെലിവറി കഴിഞ്ഞ് കൂട്ടി കൊണ്ടുപോകുന്ന സമയത്ത് ഒരുപാട് സാധനങ്ങൾ കൊടുത്തയക്കും. ഞങ്ങൾക്ക് അങ്ങനെ ഉണ്ട്. ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ സാധനങ്ങൾ, പാത്രങ്ങൾ, അങ്ങനെ പാത്രം, വാഷിംഗ് മെഷീൻ, TV, അങ്ങനത്തെ സംഭവങ്ങൾ വലിയ വലിയ സാധനങ്ങളൊക്കെ കൊടുത്തയക്കുന്ന പരിപാടിയുണ്ട്, ഗോൾഡൊന്നും കൂടാതെ കേട്ടോ. ശ്രുതിക്ക് വരാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ലായിരുന്നു കേട്ടോ, കാരണം അവളിവിടെ സ്ഥലത്തില്ലായിരുന്നു. അവൾ പരിപാടി കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നാളെയോ മറ്റന്നാളോ അങ്ങനെ എങ്ങാനും ആയിരിക്കും ഇനിയിപ്പോൾ വന്ന് കാണുക. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഗൈസ്. അപ്പോൾ പാലക്കാട് നിന്ന് വന്ന കുറേ കുട്ടികളുണ്ടായിരുന്നു. നമ്മൾ പാലക്കാട് പോയ സമയത്ത് പരിചയപ്പെട്ടുള്ള കുറേ ആളുകളുണ്ടായിരുന്നു. എല്ലാവരെ കൊണ്ട് നിരത്തി ഞാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, വ്ലോഗ് ചാനൽ, ഈ ചാനലും മറ്റേ നമ്മുടെ മെയിൻ ചാനലും ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഫസ്റ്റ് ചാനലിൽ കൊടുത്തിട്ടുള്ളത്. ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ജസ്റ്റ് നിങ്ങൾ കയറി നോക്കാം കേട്ടോ. ഓക്കെ. അപ്പോൾ ഇതാ വാവേൻ്റെ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവിടെ ബിരിയാണി ഇരുന്നു, അടിപൊളി സൂപ്പർ ബിരിയാണി ആയിരുന്നു ഗൈസ്. അപ്പോൾ ബിരിയാണിയൊക്കെ കഴിച്ച് പാലക്കാട് നിന്ന് വന്നിട്ടുള്ള ആളുകൾക്ക് തിരിച്ചു പോയതിന് ശേഷം ഞങ്ങൾ കളിക്കുകയാണ് ഗൈസ്. ഞങ്ങളെല്ലാവരും കുത്തിരിഞ്ഞ് കളിക്കുകയാണ് കേട്ടോ വാവേൻ്റെ കൂടെ. നല്ലോണം ചിരിക്കും ആൾ. ആർക്കും കിട്ടാത്തൊരു ഫോട്ടോ ഒക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഗൈസ്. അതിൻ്റെ അസൂയ എന്നോട് എല്ലാവർക്കും ഉണ്ട്. ചിരിക്കുന്നൊരു ഫോട്ടോ, ഉറക്കത്താണെങ്കിലും കൂടെ ചിരിക്കുന്നൊരു ഫോട്ടോ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മളിപ്പോൾ തമ്പനയിലായിട്ട് കൊടുത്തിട്ടുള്ളത്, കണ്ടോ. എനിക്കില്ലേ തിരിച്ചെങ്ങനെയെങ്കിലും വീട്ടിലെത്തിയാൽ മതി എന്നുള്ള അവസ്ഥയിലായിരുന്നു കേട്ടോ. ഞാൻ കുറേ നേരം അവിടെ കിടന്നു, പരിപാടിയൊക്കെ കഴിഞ്ഞതാണല്ലോ, തലവേദനിച്ചിട്ട് കുളിച്ച് വെയിലൊക്കെ കൊണ്ടിട്ട് നമ്മൾ നടന്നു വന്നതാണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം നന്നായിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരം അവിടെയൊക്കെ കിടന്ന് പിന്നെ എണീറ്റ് നമ്മളിനി വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. ഓട്ടോ ഒന്നും കിട്ടാൻ ചാൻസ് ഇല്ല ഗൈസ്. നമ്മൾ പരിപാടി കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു. അതെ, നമ്മൾ പോവാണ് കേട്ടോ. ഇവിടുന്ന് നടക്കണം. ഓട്ടോ കിട്ടിയല്ലോ, ഇവിടെ ഇറങ്ങുന്നുണ്ടമ്മേ. ഓട്ടോ കിട്ടുകയാണെങ്കിൽ കൊടുത്തുമ്പയിൽ ഇറങ്ങിയിട്ട് ബസ് ഉണ്ടോ നോക്കിയിട്ട് പോകണം. അപ്പോൾ ഇതാ നമ്മൾ അവിടുന്ന് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലെത്തിയിട്ടോ. ബസ് സ്റ്റോപ്പിലേക്ക് കുറച്ച് നടക്കാണ്ടിരുന്നു, നടന്നു. പിന്നെ ബസ്സിലാണ് വന്നത്, ബസ് കയറി. ഓട്ടോ കിട്ടുകയാണെങ്കിൽ ഓട്ടോയ്ക്ക് വരാമെന്നുള്ള പ്ലാൻ ഉണ്ടായിരുന്നു കേട്ടോ. ഓട്ടോ ഒന്നും കിട്ടിയില്ല, പിന്നെ ബസ് വരാണ്ടിരുന്നു. അപ്പോൾ ബസ് കയറി പിന്നെ വീട്ടിലേക്ക് നടന്ന് വീട്ടിലെത്തി ഞാൻ കുളിച്ച് കിട്ടോ, കണ്ടോ. തല കുളിച്ച്, ഇന്ന് കുളിക്കണമെന്ന് വിചാരിച്ചില്ല, നാളെ തല കുളിക്കാമെന്നായിരുന്നു വിചാരിച്ച്. വീക്ക്ലി 2 ടൈംസാണ് ഞാൻ ഹെയർ വാഷ് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് ഞാൻ എന്തെങ്കിലും ഹെയറിൽ പാക്കോ മാസ്കോ അങ്ങനെ എന്തെങ്കിലും ഞാൻ ഹെയർ കെയർ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഭയങ്കര ക്ഷീണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ മേലെ എഴുകണ്ട, വേഗം കുളിക്കാമെന്ന് ഓർത്തിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല, ഓയിൽ പോലും ഇട്ടിട്ടില്ല തലയിൽ. അപ്പോൾ വേഗം കുളിച്ച്. രാവിലെ വെയിൽ കൊണ്ടതുകൊണ്ടാണ് തോന്നുന്നത് ഭയങ്കര തലവേദന ഗൈസ്. എനിക്ക് എവിടെയെങ്കിലും ഒന്ന് കിടന്നാൽ മതി എന്നായുണ്ട്. പക്ഷെ വീഡിയോ എടുക്കാനുണ്ട്, വോയിസ് ഓവർ കൊടുക്കാനൊക്കെ ഉണ്ട്, അതെങ്ങനെയെങ്കിലും ചെയ്യണം. എന്നിട്ട് വേഗം കിടന്ന് ഉറങ്ങാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ സമയം ഇപ്പോൾ 5:30 ആയി. ഇനിയിപ്പോൾ വിളക്ക് എത്തിക്കാനൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പരിപാടികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ ഗായ്സ്, ഇത് നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ. ഞാനും അമ്മയും കൂടി ഇപ്പോൾ ടൗണിലേക്ക് പോവാണ്. അമ്മേൻ്റെ അനിയത്തി വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനാണെങ്കിൽ ഒട്ടും ഇഷ്ടമില്ലാതെ ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ ഉന്തി കൊണ്ടുപോകാമെന്നൊക്കെ പറയില്ല, അതേപോലെയാണ് കേട്ടോ പോകുന്നത്. പിന്നെ പോവാണ്ടിരിക്കാനും പറ്റില്ല, കാരണം എന്താ വെച്ചാൽ അമ്മേൻ്റെ അനിയത്തിക്ക് ഫോണിൻ്റെ ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ടൗണിൽ പോയിട്ട് ഈ എയർടെലിൻ്റെ ഓഫീസിലും കൂടി ഒന്ന് പോകണം. അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ അതും കൂടി ഞാൻ പോയാലേ റെഡി ആവുള്ളൂ. അപ്പോൾ അത് കാരണം എന്തായാലും പോയേ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ബസ് സ്റ്റോപ്പിൽ കുറേ നേരം നിന്നപ്പോൾ ബസ്സില്ല. പിന്നെ നമ്മൾ നടന്നിട്ട് അവിടുന്ന് ഒരു ഓട്ടോ കയറിയിട്ട് നമ്മൾ കക്കോടി വന്നിറങ്ങി. ഇവിടുന്ന് ഇനിയിപ്പോൾ മാവൂർ റോഡ്, കോഴിക്കോട് മാവൂർ റോഡിലേക്ക് നിൽക്കാനാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ പോയിട്ട് ഇറങ്ങാം. അമ്മേൻ്റെ അനിയത്തിയും അവിടെ വന്ന് ഇറങ്ങും. എന്നിട്ട് നമുക്ക് എയർടെലിൻ്റെ ഓഫീസിൽ പോകും. ഇതൊരു വല്ലാത്തൊരു സ്ഥലമാണ് കേട്ടോ. KSRTCൻ്റെ അടുത്തുള്ള പുതിയ സ്റ്റാൻഡിലേക്ക് പോകുന്ന എയർടെലാണ് കേട്ടോ. അവിടെ ഇരിക്കുന്ന പെൺകുട്ടിയുണ്ടോ, ആ കുട്ടി വർക്കിലാണ്. അവിടെ ഈ സെൻറ്ററിലിരിക്കുന്ന ഒരു മാഡം എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. ഓ ഗോഡ്, ആൾ വന്നു ഞങ്ങളോട് പറഞ്ഞു അവിടെ ഇരിക്കുമെന്ന് പറഞ്ഞു.
ഒരു പോക്ക് പോയതാണ്. പിന്നെ ആളെ ഞങ്ങൾ കണ്ടിട്ടില്ല. രണ്ട് മൂന്ന് മെയിൽ സ്റ്റാഫ് ഉണ്ട്. അവരാണെങ്കിൽ ഫോൺ വിളിച്ച് പുറത്തിരിക്കുകയാണ്. ഒരു കസ്റ്റമർ സർവീസ് പറഞ്ഞൊരു സംഭവമേ അവിടെ ഇല്ല കേട്ടോ. ഞങ്ങളങ്ങ് വന്നതിന് ശേഷം മഴ പെയ്തു. പിന്നെ ഒരുപാട് ആളുകൾ വന്ന് എല്ലാവരും കുത്തനെ ഇങ്ങനെ നിൽക്കാന്നല്ലാതെ ഒരു കുട്ടികൾ വന്നിട്ട് എന്താ ഏതാന്നൊന്നും ചോദിക്കില്ല. തീരെ പോക്ക് കസ്റ്റമർ സർവീസാണ് നമ്മുടെ കോഴിക്കോട് മാവൂർ KSRTCൻ്റെ ആ ഭാഗത്തുള്ള എയർടെൽ. വളരെ മോശം. ഞങ്ങൾ അവസാനം ഇറങ്ങി പോരുകയാണ് ചെയ്തത്. ഇറങ്ങി പോന്നിട്ട് പോലും അവർ ചോദിക്കില്ല എന്താന്നുള്ളത്. ഒരു സംഭവമില്ല, ഒരു മൈൻഡില്ലേ. നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരാൾ ഒരു സ്ഥാപനത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ എന്താണ് ഏതാണ് എന്താ പ്രശ്നം എന്ന് കേൾക്കുക എന്നുള്ളൊരു പരിപാടിയില്ല. അതുപോലും ചെയ്തിട്ടില്ല. മോശം സർവീസാണ് ആ ഒരു എയർടെല്ലിൻ്റെ സർവീസ് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള സ്റ്റാഫുകൾ കാരണമായിരിക്കും കേട്ടോ പല പല ഷോപ്പുകളൊക്കെ പൂട്ടി പോകാനുള്ള ചാൻസ്. മുതലാളിമാരെ പറഞ്ഞിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല. സ്റ്റാഫുകൾ മാത്രം മതി. ഇത്രയും നല്ല സ്വഭാവമുള്ള സ്റ്റാഫുകൾ ഉണ്ടെങ്കിൽ തന്നെ പോയി കിട്ടും. ഓക്കെ, അങ്ങനെ അവിടെ നമ്മൾ കാര്യങ്ങളൊന്നും നടക്കാതെ എയർടെല്ലിൻ്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം നമ്മൾ നേരെ പോയത് മിഠായി തെരുവിലേക്കാണ് കേട്ടോ. അതാണ് അമ്മേൻ്റെ അനിയത്തി ശ്രുതിൻ്റെ വല്യമ്മ. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ മിഠായി തെരുവിലൂടെ കുറേ നേരം ഇങ്ങനെ നടന്നിട്ടുണ്ട് കേട്ടോ. ആദിമോൻ ഇല്ലായിരുന്നു നമ്മുടെ കൂടെ. ആദിമോൻ സ്കൂളിൽ പോയതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ മിഠായി തെരുവിൽ കൂടെ ഇങ്ങനെ നടക്കാണ്. കുറേ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെ നോക്കി. ഒന്നും വാങ്ങിയിട്ടൊന്നുമില്ല കാര്യമായിട്ടും. ഇതൊക്കെ കാണുമ്പോൾ ഇങ്ങനെ രസമാണല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ എല്ലാ ഭാഗത്തൂടെയും നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് മാത്രമല്ല വേറെയും കുറച്ച് സാധനങ്ങളൊക്കെ നോക്കാനും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഷോപ്പിൽ കയറി. ഇത് നമ്മൾ സാധാരണ കയറുന്ന ഷോപ്പാണ്. പക്ഷേ ഇവർ രണ്ടുപേരും ആദ്യമായിട്ടാണ് ഇങ്ങനെ ടൗണിൽ വരലുണ്ടെങ്കിലും ഇങ്ങനെ ചായ കുടിക്കാൻ അങ്ങനെയൊന്നും കയറാറില്ല കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ കയറി ചായയൊക്കെ കുടിച്ച് പിന്നെ നമ്മുടെ മിഠായി തെരുവിൽ 5 രൂപ സാധനങ്ങൾ 10 രൂപ സാധനങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് വിൽക്കുന്ന ഒരു ഷോപ്പുണ്ട്. 5 റുപ്യ ഷോപ്പ് എന്ന് ഞങ്ങൾ പറയുക. 30 രൂപേൻ്റെ ഇടയിൽ എല്ലാ സാധനങ്ങളും നമുക്ക് അവിടെ നിന്ന് വാങ്ങിക്കാം. ആ ഒരു ഷോപ്പിൽ കയറിയിട്ട് നമ്മൾ കുറച്ച് സാധനങ്ങൾ എടുത്തിട്ടോ. ഞാൻ ഒരു വലിയൊരു കപ്പ്, ഒരു കുഞ്ഞ് കപ്പ്, പിന്നെ ജ്യൂസൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന അത്യാവശ്യം വലിയൊരു ഗ്ലാസ്, പിന്നെ അല്ലറ ചില്ലറ നമ്മളെ വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഇല്ലേ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. 5 രൂപ, 10 രൂപ, 20 രൂപ, 22 രൂപ, 30 രൂപ, അത്രയേ ഉള്ളൂ. 30 രൂപയിൽ കൂടുതലായിട്ട് വിലയുള്ളൊരു സാധനങ്ങൾ അവിടെ ഉണ്ടാവില്ല. അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. എന്താ പറയുക, ഈ സാധനങ്ങൾക്കൊക്കെ 5 രൂപയും 10 രൂപയൊക്കെയാണ്. പാത്രങ്ങൾക്കാണെങ്കിലും 20 രൂപ. പ്ലാസ്റ്റിക്കിൻ്റെ പാത്രങ്ങളില്ലേ 20 രൂപ, 15 രൂപ അങ്ങനെയൊക്കെ വരുന്നുള്ളൂ. 30 രൂപേൻ്റെ ഉള്ളിൽ വരുന്ന സാധനങ്ങൾ മാത്രമേ ഈ കടയിൽ ഉണ്ടാവുള്ളൂ കേട്ടോ. പിന്നെ അവിടുന്ന് ഇറങ്ങി ഒരു ടീഷർട്ടിൻ്റെ ഷോപ്പിൽ കയറിയിട്ട് ഞാനൊരു ബ്ലാക്ക് പാൻറ് എടുത്തു. പിന്നെ അവിടെ നമ്മൾ നേരെ പാളയത്ത് വന്നിട്ട് അവിടുന്ന് പച്ചമരുന്ന് കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു. നല്ല തിരക്കായതാണ്, എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റില്ല കേട്ടോ. അവിടുന്ന് കുറച്ച് സാധനം വാങ്ങിയിട്ട് പിന്നെ വരുന്നത് കമ്മത്ത് ലൈൻ എന്ന് പറയുന്ന സ്ഥലമാണ്. അതായത് ജ്വല്ലറി സാധനങ്ങളൊക്കെ വിൽക്കുന്ന സ്ഥലം. അതിൻ്റെയും കുറച്ച് ഫ്രണ്ടിലേക്ക് പോയിട്ടുള്ള ഈ മെറ്റൽസ് ഒക്കെ ഉണ്ടാവില്ലേ, വിളക്ക്, ഓട്ടുപാത്രങ്ങളൊക്കെ, അത് വിൽക്കുന്ന സ്ഥലം. അവിടെ നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നു. കാരണം പാറു ഡെലിവറി കഴിഞ്ഞ് പോകുന്ന സമയത്ത് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് കൊടുക്കും. നമ്മുടെ അവിടേക്ക് അങ്ങനെ ഉണ്ട്, പാത്രങ്ങൾ സാധനങ്ങളൊക്കെ കൊടുക്കുക. അതിന് വേണ്ടിയിട്ട് കുറച്ച് സാധനം വാങ്ങിക്കാണ്ടായിരുന്നു. ഒരു വലിയൊരു ഉരുളി നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ കൃഷ്ണൻ്റെയൊക്കെ എന്ത് ഭംഗിയാണെന്നറിയോ കാണാൻ വേണ്ടിയിട്ട്. നല്ല ഇഷ്ടമായി. അങ്ങനെ കുറേ നേരം നമ്മൾ മിഠായി തെരുവിൽ കൂടെ തന്നെ തിരിച്ചിറങ്ങി എൽഐസിൻ്റെ അവിടെ നിന്നു. ബസ് കിട്ടുമോ നോക്കാൻ വേണ്ടി. പക്ഷേ ഈ ഉരുളിയൊക്കെ ഉള്ളത് കാരണമേ ബസ്സിൽ പിടിച്ച് കയറാൻ വേണ്ടിയിട്ട് പറ്റില്ല. നമ്മൾ 2 കൂട്ടരും 2 വഴിക്കല്ലേ പോകുന്നത്. അപ്പോൾ അവിടുന്ന് ഒരു ഓട്ടോ എടുത്തിട്ട് നമ്മൾ നേരെ പുതിയ സ്റ്റാൻഡിലേക്ക് പോകാണ് കേട്ടോ. ആ കാണുന്ന സ്ഥലം കണ്ടോ, അത് BMS സ്കൂളാണ് കോഴിക്കോട്. ഈ BMS സ്കൂളിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ഈ കുഞ്ഞ് സ്കൂൾ കണ്ടോ, ആ സ്കൂളിലാണ് ഗൈസ് ഞാൻ പഠിച്ചത് 1 മുതൽ 7 വരെ. RD ഓഫീസൊക്കെ ഉള്ള ഒരു ഏരിയയിൽ കേട്ടോ. അപ്പം നമ്മളിപ്പോൾ പുതിയ സ്റ്റാൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു റോഡിൽ. അപ്പോൾ നമ്മളിപ്പോൾ സ്റ്റേഡിയത്തിൻ്റെ അവിടെയാണ്. ഇത് സ്റ്റേഡിയത്തിൻ്റെ ആ ഒരു ഏരിയ ആണ്. അപ്പോൾ ആ സിഗ്നൽ കഴിഞ്ഞിട്ട് നമ്മളവിടെ ഇപ്പോൾ മുകളിൽ കൂടെ നമുക്ക് ഒരു സ്കൈ വാക്ക് ഉണ്ടല്ലോ, അവിടെ ഇറങ്ങിയിട്ട് അതിലപ്പുറത്തേക്ക് ക്രോസ് ചെയ്യാനേ പറ്റുള്ളൂ. ആദ്യത്തെ മാതിരി ഓടിച്ചാടി അങ്ങനെ ക്രോസ് ചെയ്ത് പോകാനൊന്നും ഇപ്പോൾ പറ്റില്ല. അതിൽ തന്നെ പോകണം. അപ്പോൾ ബ്ലോക്കുകളൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ വണ്ടിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മളിപ്പോൾ ഇറങ്ങും. ഇത് ഈ കാണുന്ന ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ എന്താ പറയുക, സ്റ്റേഡിയത്തിൻ്റെ അടിവശത്തുള്ള കടകളാണ് കേട്ടോ. കോഴിക്കോടുള്ള ആളുകൾക്ക് അറിയുണ്ടാവും, വലിയ ഇവിടെ വന്നിട്ടുള്ള ആളുകൾക്കൊക്കെ അറിയുണ്ടാവും. നമ്മളിപ്പോൾ അങ്ങനെ പുതിയ സ്റ്റാൻഡിലേക്ക് എത്തിയിരിക്കണു. അത്യാവശ്യം മഴയൊക്കെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞായിട്ട് ഇങ്ങനെ ചാറുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഓട്ടോയിൽ പോയിട്ട് അവിടെ ഇറങ്ങണം. ആദിമോൻ എത്തുന്നതിൻ്റെ മുന്നേ നമുക്ക് വീട്ടിലെത്തണം. അതിൻ്റെ ഒരു ഓട്ടപ്പാച്ചിലാണ് നമ്മളിപ്പോൾ. കാരണം അവനറിയില്ല നമ്മളിങ്ങനെ വന്നിട്ടുള്ള കാര്യത്തിൽ. ഓഫീസിലേക്ക്, എയർടെല്ലിൻ്റെ ഓഫീസിലേക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വന്നതാണല്ലോ. അങ്ങനെ നമ്മൾ
അവിടുന്നൊരു ഓട്ടോ അല്ല അവിടുന്നൊരു ബസ്സ് കയറിയിട്ട് നമ്മൾ കക്കോടി ഇറങ്ങി. അവരും ഇറങ്ങി കേട്ടോ. ശ്രുതീൻ്റെ വല്യമ്മ ഇറങ്ങി. അവരെ പിന്നെ വീട്ടിലേക്കുള്ളൊരു ഓട്ടോയിൽ കയറ്റി വിട്ടു. ഞാനും അമ്മയും വേറൊരു ഓട്ടോയിൽ കയറി നമ്മൾ വീട്ടിലെത്തി. വീട്ടിലെത്തിയപ്പോൾ ഇതായിരിക്കും നമ്മുടെ ട്യൂഷൻ കുട്ടി. പിന്നെ വിളക്കൊക്കെ കത്തിച്ച് ട്യൂഷൻ കുട്ടിയൊക്കെ പോയി. വിളക്കൊക്കെ കത്തിച്ചതിന് ശേഷം നമ്മൾ ചായ കുടിക്കുകയാണ് കേട്ടോ. ഈ വൈകുന്നേരത്തെ ചായ കുടിയിൽ തന്നെ എൻ്റെ രാത്രിത്തേക്കുള്ള ഭക്ഷണവും കൂടി ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. ഇപ്പോൾ ചപ്പാത്തി കഴിക്കുകയാണെങ്കിൽ ഇനി രാത്രി ഒന്നും കഴിക്കില്ല, ഇതന്നെ മതി. എപ്പോഴും അങ്ങനെ വലിച്ചു വാരി കഴിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഈ കഴിക്കുന്നത് തന്നെ ഉള്ളൂ കേട്ടോ. ഇനി രാത്രി വേറെ പ്രത്യേകിച്ച് ഭക്ഷണമോ കാര്യങ്ങളോ ഒന്നുമില്ല. വൈകുന്നേരം ചായക്ക് എന്തെങ്കിലും കൂട്ടിയിട്ടുണ്ടെങ്കിൽ കാര്യമായിട്ട് എന്തെങ്കിലും ഇനിയിപ്പോൾ സ്നാക്സ് ആയാലും എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ രാത്രി വേറെ ഭക്ഷണം കഴിക്കുന്ന പരിപാടി ഇല്ല കേട്ടോ. അതിനുശേഷം ഞാനിതാ നാളെ ഈ ഒരു സാരി ഉടുത്തിട്ട് സെറ്റാവണം എന്ന് വിചാരിക്കുന്നുണ്ട്, എന്തെങ്കിലും ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും വേറെ എന്തെങ്കിലും വീഡിയോ ആയിട്ട് കാണാം. നിങ്ങൾ നമ്മുടെ മെയിൻ ചാനലിലെ ലേഡി ബോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ കയറി നോക്കിയിട്ടുണ്ടെങ്കിൽ ചാനലിലേക്ക് എത്തുന്നതാണ് കേട്ടോ. അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടുതൽ ഇതും കൂടി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ.